Hello മക്കളെ, അപ്പോൾ നമ്മുടെ കീപ്പിംഗ് ഡിസീസസ് അവേ അല്ലെങ്കിൽ അകറ്റി നിർത്താം രോഗങ്ങളെ ഈ ഒരു ചാപ്റ്ററിൽ എന്തായാലും ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് ഷുവർ ആയിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡേ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ സെറ്റാക്കാം. അത് മാത്രമല്ല ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, മോഡൽ എക്സാം 2013-നും 2018-നും 2022-നും ആൻഡ് മാർച്ച് 2022-നും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അത് മാത്രമല്ല ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, നമ്മുടെ അരുണ രക്താണുക്കളുടെ ആകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. ഇങ്ങനെ വട്ടത്തിലുള്ള അരുണ രക്താണുക്കൾ അല്ലെങ്കിൽ RBC എന്തായിട്ട് മാറി? ഇങ്ങനെ ഒരു സിക്കിൾ ഷേപ്പായിട്ട് മാറി അല്ലേ. അപ്പം നമ്മൾക്ക് ഇതൊരു ജെനറ്റിക് ഡിസീസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഡയഗ്രാം നോക്കിയതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം എന്താ, നെയിം ദ ഡിസീസ് ഇൻഡിക്കേറ്റഡ്. അപ്പോൾ ഇത് ഏത് രോഗമാണെന്നാണ് മക്കളെ ചോദിച്ചത്. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഏത് രോഗമാണ്. അപ്പം നമ്മുടെ RBC ഇങ്ങനെ സിക്കിൾ ഷേപ്പിലാവുന്ന ഈ അസുഖത്തിൻ്റെ പേരെന്താണ്? സിമ്പിൾ അല്ലേ, നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ എന്നാണ് നമ്മുടെ ഈ ഒരു അസുഖത്തിൻ്റെ പേര്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വൈ ഡു ദ ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ചേഞ്ച്? നമ്മുടെ അരുണ രക്താണുക്കളുടെ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഷേപ്പ് ഇങ്ങനെ സിക്കിളായിട്ട് മാറാനുള്ള കാരണം എന്താണ്? ഓക്കെ, അപ്പോൾ എന്താണ് കാരണം? ആദ്യമേ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ജെനറ്റിക് ഡിസീസ് ആണ്, ഇതൊരു ജനിതക രോഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റീസൺ തന്നെ നമുക്ക് കിട്ടി, ഇതൊരു ജെനറ്റിക് ഡിസീസ് ആയതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ജീൻ ഡിഫക്റ്റ് ആണ് കാരണം. ഓക്കെ, ജീൻ ഡിഫക്റ്റ് എന്തിന് കാരണമാകും? കോസ് ദ ഡിഫക്റ്റ് ഇൻ ദി സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ് അല്ലേ. സീക്വൻഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് അമിനോ ആസിഡ് അല്ലെങ്കിൽ അമിനോ ആസിഡുകളുടെ, നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ മാറ്റം വരികയാണ്. എന്തുകൊണ്ടാണ് ഈ ക്രമീകരണം മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായതാണ്, ഇത് ഉണ്ടാക്കേണ്ട ജീനിന് തകരാറ് സംഭവിച്ചതാണ് അല്ലേ. സോ ഡിഫക്റ്റ് ഇൻ ദ ജീൻ കോസ് ദ ഡിഫക്റ്റ് ഇൻ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. ഓക്കെ, സീക്വൻഷ്യൽ എന്ന് എഴുതിയിട്ടില്ലെങ്കിലും സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് which are the building blocks of hemoglobin. മിസ് മലയാളത്തിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ അറേഞ്ച്മെൻറ്റിൽ ക്രമീകരണത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ എന്താവുകയാണ്, ആ പ്രോട്ടീൻ്റെ ഷേപ്പ് മാറും അല്ലേ. പ്രോട്ടീൻ്റെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ആകൃതി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ RBC അല്ലെ അരുണ രക്താണുക്കളുടെ ഷേപ്പ് എന്തായിട്ട് മാറും? ഇതേപോലെ മാറും അല്ലേ. അപ്പോൾ ജീൻ ഡിഫക്റ്റ് ആണ് പ്രധാന കാരണം. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഡിഫക്റ്റ് ഇൻ ദ സീക്വൻസ് ഓഫ് അറേഞ്ച്മെന്റ്. അമിനോ ആസിഡുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഉണ്ടാക്കേണ്ട പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ അറേഞ്ച്മെന്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്താവും? പ്രോട്ടീനും തകരാറിലാവും. അപ്പോൾ ആ പ്രോട്ടീൻ തകരാറിലായി കഴിഞ്ഞാൽ അവരുടെ ഷേപ്പ് മാറും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണം. ഇനി ഹൗ ഡസ് ദ ഡിഫോമിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് എഫക്ട് ദി ബോഡി? അപ്പോൾ ഇങ്ങനെ ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാലുള്ള പേഷ്യൻറ്റിന്, ഓക്കെ, സിക്കിൾ സെൽ അനീമിയുള്ള രോഗിയുടെ ശരീരത്തിന് ഇത് എങ്ങനെയാണ് ബാധിക്കുക? ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാരണം, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ RBCയുടെ അരുണ രക്താണുക്കളുടെ ഷേപ്പിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ബ്ലഡിൽ, നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ കാരണമുണ്ട് അല്ലേ. ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും അല്ലേ. സിക്കിൾ ഷേപ്ഡ് RBC block the flow of blood in narrow blood capillaries. നമ്മുടെ രക്തക്കുഴലുകളിൽ അല്ലെങ്കിൽ രക്തലോമികകളിൽ ഇത് എന്താക്കും? ഇത് നമ്മുടെ രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാൻ കാരണമാവും. കാരണം ഈ ഒരു അരിവാള് പോലെയുള്ള ആൾക്കാർ നമ്മുടെ കുഞ്ഞ് ബ്ലഡ് വെസൽസിലെല്ലാം പോയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവരെന്താവും? അവരിങ്ങനെ കൊളുത്തി പിടിക്കും അല്ലേ. ഇങ്ങനെ കൊളുത്തി പിടിച്ച് അവിടെ എന്തുണ്ടാവും? ബ്ലോക്ക് ഉണ്ടാവാനായിട്ട് കാരണമാവും. പിന്നെ എന്താ, നമ്മുടെ RBC ആണ്, നമുക്കറിയാം RBC ഈ ഷേപ്പിലാണെങ്കിൽ 4 ഓക്സിജൻ മോളിക്യൂളിനെ കൊണ്ട് നടക്കുമായിരുന്നു
അല്ലേ? ഒരു RBCക്ക്, ഒരു അരുണരക്താണുവിന് 4 ഓക്സിജൻ മോളിക്യൂളിന് നമ്മുടെ ഓരോ സെൽസിനും കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ ഷേപ്പ് ആയപ്പോഴോ അവരുടെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ സംവാഹക ശേഷി കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര എണ്ണേ പറ്റുള്ളൂ? ഒരു 2 എണ്ണമൊക്കെ പറ്റുള്ളൂ. അത് ഓരോരുത്തരും എങ്ങനെയാണ് മാറിയത് എന്നുള്ളതിനനുസരിച്ച് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ സംവാഹക ശേഷി കുറയും. ഓക്കെ, ഓക്സിജൻ ക്യാരിയിങ് capacity of RBC decreases. ഇത് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് രോഗീനെ ബാധിക്കുന്നത്. ഇത് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ ഒരു ചാപ്റ്ററിന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഉറപ്പിക്കാം, അല്ലേ? 3 മാർക്ക് ഷുവർ ആയിട്ടും ഈ ഒരു ഒറ്റ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ഒറ്റ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെ, അപ്പോൾ ആദ്യത്തെ അസുഖം എന്താണ്? നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ആണ്. ആൻഡ് എന്താണ് ഇതിന് കാരണം? നോക്കിക്കേ, ജീനുകളിലെ വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ, അപ്പോൾ ജീൻ ഡിഫക്റ്റ് ഉണ്ടായപ്പോൾ അമിനോ ആസിഡുകളുടെ ക്രമീകരണം അറേഞ്ച്മെന്റിൽ എന്തുണ്ടായി? ഡിഫക്റ്റ് ഉണ്ടായി. അത് എന്തിന് കാരണമാണ്? നമ്മളുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകങ്ങളാണ് ഈ അമിനോ ആസിഡ്, അല്ലേ? അപ്പോൾ ആ പ്രോട്ടീൻ്റെ ഷേപ്പ് മാറും. പ്രോട്ടീൻ്റെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ RBCയുടെ ഷേപ്പ് മാറും, അരുണ രക്താണുക്കളുടെ ആകൃതി മാറും. ഓക്കെ, സോ ജീനുകളിലെ വൈകല്യം മൂലം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലാണ് വൈകല്യം ഉണ്ടാവുക. അപ്പോൾ എന്തുണ്ടാകും? അവർക്ക് ആ പ്രോട്ടീൻ്റെ രൂപമാറ്റം സംഭവിക്കും. അപ്പോൾ RBC രൂപം മാറും. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി, സംവാഹക ശേഷി കുറയുന്നു. പിന്നെ അരുണ രക്താണുക്കൾ രക്തക്കുഴലുകളിൽ തങ്ങി നടന്ന് നമ്മുടെ രക്തപ്രവാഹത്തിനെ തടസ്സപ്പെടുത്താനും കാരണമാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇതിന് 1 മാർക്ക്, ഇതിന് 1 മാർക്ക്, 2 മാർക്ക്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 4 മാർക്ക്, മാക്സിമം 4 മാർക്കിന് വരെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിക്കാം. 3 മാർക്ക് 4 മാർക്കൊക്കെ ആയിട്ട് പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ജനിതക രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കേട്ടോ. അപ്പോൾ അതിൽ അടുത്ത ജനിതക രോഗമാണ് നമ്മൾ പഠിച്ചത്. നമ്മളുടെ ഏതാണ് അസുഖം? അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ദോ ഹീമോഫീലിയ ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ. അല്ല, ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. പിന്നെയോ ടെമ്പററി റിലീഫ്, താൽക്കാലികമായിട്ടൊരു ആശ്വാസം നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. അപ്പം ഇത് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജനിതക രോഗം ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഹൗ ടെമ്പററി റിലീഫ് ക്യാൻ ബി ബ്രോട്ട് ഇൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റൂലെങ്കിൽ തൽക്കാലത്തേക്കൊരു ആശ്വാസം, അല്ലേ? എങ്ങനെയാണ് മക്കളെ നമുക്ക് ഈ ഒരു ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖത്തിന് നമുക്ക് എങ്ങനെയാണ് താൽക്കാലിക ആശ്വാസം കിട്ടുക? എങ്ങനെയാണ് നമുക്ക് താൽക്കാലിക ആശ്വാസം കിട്ടുക? അപ്പോൾ ഈ ഹീമോഫീലിയ എന്താണെന്ന് അറിയണം, അല്ലേ? നമ്മളുടെ രക്തം കട്ട പിടിക്കാത്ത, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നില്ല? എന്തുകൊണ്ടാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാത്തത്? അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ട പ്രോട്ടീനുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ചില പ്രോട്ടീനുകളില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറയില്ലേ ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് ചിക്കൻ വേണം, ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടാവില്ല. അതുപോലെ രക്തം കട്ട പിടിക്കണമെങ്കിൽ നമുക്ക് ചില പ്രോട്ടീനുകൾ വേണം. ആ പ്രോട്ടീൻ ഇല്ലെങ്കിൽ രക്തം കട്ട പിടിക്കില്ല, അല്ലേ? അപ്പോൾ ജീൻ ഡിഫക്റ്റ് കാരണമാണ് ഈ പ്രോട്ടീൻ ഇല്ലാത്തത്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? തൽക്കാലത്തേക്ക്, അല്ലേ? ഇപ്പം നമ്മൾക്ക് വീട്ടിൽ കോഴിയില്ല, അതുകൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ കോഴിയുള്ളവർക്കാണെങ്കിൽ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ വെക്കാം, അല്ലേ? ചിക്കൻ കറിയൊക്കെ വെക്കാം. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യും? തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കും, അല്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബൈ ഐഡൻറ്റിഫൈയിങ് ദ ഡിഫക്റ്റീവ് പ്രോട്ടീൻ, ഏത് പ്രോട്ടീനാണോ നമുക്ക് ഇല്ലാത്തത്, ഓക്കെ, ആ പ്രോട്ടീൻ ഏതാണെന്നോ, രക്തം കട്ട പിടിക്കാൻ ഏത് പ്രോട്ടീനാണോ ഇല്ലാത്തത്, ഏത് പ്രോട്ടീൻ്റെ അഭാവമാണോ ഉള്ളത്, അത് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഇൻജെക്ട് ഇൻ ടു ദ ബോഡി ഓഫ് പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ ആ ഒരു പ്രോട്ടീൻ കുത്തിവെക്കുക. അപ്പോൾ തൽക്കാലത്തേക്ക് ആ പ്രോട്ടീൻ കിട്ടി, രക്തം കട്ട പിടിച്ചു. ഓക്കെ, അപ്പോൾ താൽക്കാലിക ശമനത്തിന് നമ്മൾ എന്താ ചെയ്യുക? രക്തകട്ട പിടിക്കാൻ സഹായകമായ പ്രോട്ടീൻ തിരിച്ചറിഞ്ഞ് രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചത് വൈ കംപ്ലീറ്റ്ലി ക്യൂർ ഇസ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ട് നമുക്ക് ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തത്?
ഇതിൻ്റെ ആൻസർ സിമ്പിൾ ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ ജെനറ്റിക് ഡിസീസ്. ഇതൊരു ജനിതക രോഗമാണ്, ജെനറ്റിക് ഡിസീസാണ്. അതുകൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഷുവർ ആണ് കേട്ടോ. ഇത് നോക്കിക്കേ മക്കളെ, ഇവിടെ നമുക്ക് 1 മാർക്ക്, ഇവിടെയും നമുക്ക് 1 മാർക്ക്. അപ്പം എന്താണ് ഇതിന് കാരണം? എന്താണ് താൽക്കാലിക ശമനത്തിന് നമ്മൾ ചെയ്യുക? ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ കണ്ടെത്തി കുത്തിവെച്ച് താൽക്കാലിക ആശ്വാസം ഉണ്ടാക്കാം. പിന്നെയോ ഹീമോഫീലിയ ജനിതക രോഗമായതിനാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഇവിടെ തന്നെ ശരിക്കും നമ്മൾ ഈ ഒരു 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 2 കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് 5 മാർക്കിലും കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഭാഗമാണ് മക്കളെ ഈ 2 ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ജനിതക രോഗങ്ങൾ, ജനറ്റിക് ഡിസീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 5 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പിക്കാം. അത്രയും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അത്രയും ഷുവർ ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി നമ്മളുടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗം അല്ലേ, നമ്മളിപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്, അതിൽ ഈ ജനിതക രോഗങ്ങളിൽ നിന്നാണ് 3-4 മാർക്കിനൊക്കെ ചോദിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേറെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ വേംസ് ഉണ്ടാക്കുന്ന, വിരകൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ പ്രോട്ടോസോവ ഉണ്ടാക്കുന്നത്, അവിടെ നിന്നൊക്കെ നമുക്ക് 1 മാർക്കിനും 2 മാർക്കിനൊക്കെ 1 വേർഡ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ സ്കിൻ. ബസ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ നിങ്ങളോട് ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദ ഡിസീസ് ആൻഡ് ദ പാത്തജൻ. ഏത് രോഗം ആരാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അപ്പൊ വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പ്, റെഡ് റൗണ്ട് ബ്ലിസ്റ്റേഴ്സ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം റിംഗ് വോം. റിംഗ് വാം ആണ് നമ്മൾ മലയാളത്തിൽ പറയും വട്ടച്ചൊറി. ആരാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് നമ്മുടെ 2 ആൾക്കാരാണ് അവരുള്ളതല്ലേ, 2 അസുഖങ്ങളാണ് ഇവരുണ്ടാക്കുന്നത്. നമ്മുടെ ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. അപ്പൊ പാത്തജൻ കിട്ടി, അസുഖത്തിന്റെ പേരും കിട്ടി. ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ, ഒബ്സ്ട്രക്ട് ദ ലിംഫ് ഫ്ലോ ആൻഡ് സ്വെൽ ദ ലിംഫ് ഡക്ട്. ലിംഫിന്റെ പ്രവാഹം തടസ്സപ്പെട്ട് നമ്മുടെ ലിംഫ് ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ലിംഫ് ഡക്റ്റുകൾ ഇങ്ങനെ വീങ്ങുന്ന അവസ്ഥ അല്ലേ, ഏതാണ്? നമ്മളുടെ ഫൈലേറിയാസിസ്, മന്ദരോഗമാണ്. ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ദരോഗം ഇത് ആരാ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഫൈലേറിയൽ വിരകളാണ്, ഫൈലേറിയൽ വേംസ് ആണ് നമുക്ക് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ഫൈലേറിയൽ വേംസ് അല്ലെങ്കിൽ ഫൈലേറിയൽ വിര, ഫൈലേറിയൽ വിര. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പം ഈ ഒരു ഒറ്റ വീഡിയോയിൽ നിന്ന് എൻ്റെ മക്കൾക്ക് ഒരു 8 മാർക്ക് ഉറപ്പിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ഒരിക്കലും മറക്കരുത് മക്കളെ. സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തന്നെ ഹീമോഫീലിയ, ഈ ഭാഗങ്ങൾ എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. ജനറ്റിക് ഡിസീസസിൽ ക്യാൻസർ കൂടി വരും. ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പം ഇതേപോലത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിപ്പോൾ 5 മാർക്ക് ഒരൊറ്റ വീഡിയോയിൽ പഠിച്ചു അല്ലേ. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും ഷുവർ ക്വസ്റ്റ്യൻസ്, ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് മാർക്സ് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം ഏറ്റവും സ്മൂത്ത് ആയിട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ ലക്ഷ്യ എക്സ്പ്രസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കറക്റ്റ് ടൈമിൽ സ്കൂളിലൊക്കെ എടുക്കുന്നതിനേക്കാൾ ഒത്തിരി മുന്നേ നിങ്ങൾക്ക് പഠിക്കാനും, ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാനും, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് എല്ലാ ചാപ്റ്റേഴ്സിലെയും ഷുവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പിച്ച് ഫുൾ A+ തന്നെ വാങ്ങിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി A+ ചാലഞ്ചർ ക്വസ്റ്റ്യൻ കൂടി മിസ് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ഉറപ്പിച്ച് മനസ്സിലാക്കുക. ഓരോ ഓർഗാനിസംസും അസുഖം പരത്തുന്നതല്ലേ, ആ അസുഖം പരത്തുന്നതിന് ഒരു വെക്ടർ ഉണ്ടാകും, അതുപോലെ അസുഖക്കാരി. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യം കൂടി കമൻസിൽ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.